അതിൽ നിന്നുണ്ടായിരുന്ന ചില വീഡിയോസ് ഒക്കെ പുറത്തു വന്നല്ലോ പിന്നീട് AC വർക്ക് ചെയ്യുന്നില്ല, ഒപ്പം സ്ക്രീൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഉണ്ടാവും. വിമാനം വളരെ താഴ്ന്ന് പറന്ന് വരുമ്പോ ഒരു ഒരൊച്ച പോലെ ഒരു ശബ്ദമുണ്ട്. തുടർച്ചയായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് പറയാറ്, ഒരു പൊരളുന്ന പോലെ ഒരു റോറിംഗ് അല്ല, ഒരു ശബ്ദം. ആ ശബ്ദം എന്ന് പറയുന്നത് ഒരു പിക്യുലർ സൗണ്ട് ആണ്. അതായത് വിമാനത്തിന് ഒരു റാം എയർ ടർബൈൻ ഉണ്ട്. ബാക്കി എല്ലാ പവർ സോഴ്സുകളും ഇല്ലാതായാല് എഞ്ചിനിൽ നിന്ന് വിമാനത്തിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ എല്ലാം തകരാറായാല് മാത്രം തനിയെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് റാം എയർ ടർബൈൻ. ആ ടർബൈന്റെ ശബ്ദമാണ് താഴെ നിന്ന് ആൾക്കാർ ഒരു കേട്ടുകൊണ്ടിരുന്നത്. എരമ്പുന്ന പോലെ അല്ലെങ്കിൽ വല്ലാത്തൊരു ശബ്ദം. അത് വളരെ പിക്യുലർ ആണ്, മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റാത്ത ശബ്ദമാണ് അത്. ഉറപ്പായിട്ടും വിമാനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഈ റാം എയർ ടർബൈൻ ഓൺ ആയിട്ടുണ്ട്. ആ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ തകരാറിലായി എന്നാണ് അർത്ഥം. ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾക്ക് തകരാറായി എന്ന് പറഞ്ഞാല് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ എഞ്ചിൻ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യാതായി, അതല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൽ നിന്ന് വിമാനത്തെ എല്ലാ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾക്കും പവർ കിട്ടുന്ന ആ സംവിധാനം തകരാറിലായി. റാം ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സീരിയസ് കാര്യം എന്ന് പറഞ്ഞാൽ വിമാനത്തിന് ആദ്യം ഈ 2-3 ബാക്കപ്പ് ഉണ്ട് വിമാനത്തിന്. ഒരു ഇലക്ട്രിക്കൽ സംവിധാനം തകരാറായാലും വേറെ ഇലക്ട്രിക്കൽ സംവിധാനം ആ സ്ഥാനത്ത് വരും. അതായത് എഞ്ചിനിൽ നിന്ന് നേരിട്ട് പവർ കിട്ടുന്നില്ലെങ്കിൽ APU എന്ന സംവിധാനം ഉണ്ട്, ഓക്സിലറി പവർ യൂണിറ്റ്. അത് ഓണാവും. അതും വർക്ക് ചെയ്തില്ലെങ്കിൽ ബാറ്ററി യൂണിറ്റ് ഉണ്ട്, ഈ ലിഥിയം ബാറ്ററിയുടെ വലിയൊരു യൂണിറ്റ് ഉണ്ട്, അത് പ്രവർത്തിക്കും. അപ്പൊ ഓക്സിലറി പവർ യൂണിറ്റും ലിഥിയം ബാറ്ററിയുടെ യൂണിറ്റും രണ്ടും വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ റാം എയർ ടർബൈൻ ഓൺ ആവുക. അത് ഓണാക്കുന്നതല്ല, സ്വയം ഓൺ ആകുന്നതാണ്. ഇപ്പൊ റാം എയർ ടർബൈൻ ഓൺ ആയി എന്ന് പറഞ്ഞാൽ വിമാനത്തിനകത്ത് ഒരു ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ട്. ഒരു ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ വർക്ക് ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണം എഞ്ചിൻ പ്രവർത്തിക്കാതെ തന്നെയാണ്. പക്ഷേ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ പോലും ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ ജേക്കബ്, അതായത് ഇതിന്റെ ടേക്ക് ഓഫിന് മുമ്പ് അതിൽ നിന്നുണ്ടായിരുന്ന ചില വീഡിയോസ് ഒക്കെ പുറത്തു വന്നല്ലോ പിന്നീട് AC വർക്ക് ചെയ്യുന്നില്ല, ഒപ്പം സ്ക്രീൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഉണ്ടാവും തീർച്ചയായിട്ടും. കാര്യം ആ സമയത്ത് അത് ശ്രദ്ധിച്ചിരുന്നില്ല. കാര്യം വാർത്തകൾ വന്നെങ്കിലും ഇപ്പൊ ഈ റാം എയർ ടർബൈൻ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ള കാര്യം വരുമ്പോഴാണ് ശരിക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഇലക്ട്രിക്കൽ സംവിധാനത്തിന് ഓൾറെഡി എന്തോ ഉണ്ടായിരുന്ന പ്രശ്നം ഇതിന്റെ ഒരു സൂചനയാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് നേരത്തെ വന്നതല്ലേ, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഈ ഫ്ലൈറ്റ്. അപ്പൊ ആ ഫ്ലൈറ്റിൽ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കത്തില്ല ചിലപ്പോ ഇങ്ങോട്ട് വരുന്ന വഴി വന്നതിന് ശേഷം. പിന്നെ അതേ സമയം ഉണ്ടാവില്ല, ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പുതിയ അടുത്ത ക്രൂ വന്നു, അവര് കയറി. ഇത് കാര്യമായ അങ്ങനെ പരിശോധനയ്ക്കുള്ള സമയം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതെപ്പോഴും ഉള്ള ഒരു വീഴ്ചയാണെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന ഫ്ലൈറ്റുകളിലെ പരിശോധന എന്നുള്ളത് വലിയൊരു ലാക്ക് തന്നെയല്ലേ? പരിശോധന നടത്തിയിട്ടും ശ്രദ്ധിക്കാൻ വയ്യാതെ പോയാൽ അല്ലെങ്കിൽ അന്നേരം ഡെവലപ്പ് ചെയ്യാത്ത എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിഞ്ഞുകൂടാല്ലോ. മാത്രമല്ല എത്ര സമയം പരിചയപ്പെടുത്ത് പരിശോധിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നമ്മുടെ ഒരു ഊഹം മാത്രമാണ്. വേറൊരിടത്ത് വന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള ഈ വോക്കറുണ്ടും മറ്റുള്ള പരിശോധനകളൊക്കെ നടന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നടക്കാം നടക്കാതിരിക്കാം.